റെലിഗേഷൻ മറ്റൊരു ടീമിനും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോൽവി അത് നമുക്കൊരു പുത്തിരിയല്ല. പക്ഷെ ഈ തോൽവി അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ബോട്ടം ടേബിൾ നമ്മോടൊപ്പം കിടന്ന സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3 പോയിന്റും കൊടുത്ത് ഗോൾ ഡിഫറൻസും കൊടുത്ത് നമ്മൾ മുകളിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇറ്റ് സിംപ്ലി എ സൂയിസൈഡ്. ഇനി നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം മുഹമ്മദൻ മാത്രമാണ്. ഇക്കണക്കിന് പോയാൽ അവർക്ക് നമ്മൾ പോയിന്റ് ദാനം ചെയ്യും. പുതിയ കോച്ച് ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുമോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഈ കളി കണ്ടിട്ടുണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ ഗെയിം പ്ലേയുടെ ക്വാളിറ്റി മുമ്പോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അത് പുറകോട്ട് പോവുകയും ചെയ്തു. ടു ബി ഫ്രാങ്ക്, സച്ച് എ ബോറിംഗ് ഗെയിം. ആഷ്ലി വെസ്റ്റ്വുഡ് വന്ന സമയത്ത് നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹോങ്കോങ്ങിന് വേണ്ടി റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും ടാക്ടിക്സിന്റെ പേരിൽ ഫാൻസിനെ കൊണ്ട് പറയിപ്പിച്ച ശേഷമാണ് കോച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. 4 സെൻറ്റർ ബാക്കുള്ള ഒരാൾ മുമ്പോട്ടേക്ക് കയറി പോകുന്ന ലിബ്രോ സ്റ്റൈൽ ഫോർമാറ്റാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ടാക്ടിക്സ് ആയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് അതേ സാധനം ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആഷ്ലി വെസ്റ്റ്വുഡ് തൻ്റെ കരിയർ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. മുൻ കോച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് 11ഉം സ്റ്റൈലുമാണ് ഇദ്ദേഹം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വേർട്ടിക്കൽ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ. പക്ഷേ എല്ലാത്തിനും അതിൻ്റെയുള്ളൊരു പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ പൊസഷൻ കയ്യിലെടുക്കാമായിരുന്നു, അതേപോലെ തന്നെ ഹൈ പ്രസ് ചെയ്യാമായിരുന്നു. പക്ഷേ പുതിയ സ്റ്റൈൽ അങ്ങനെയുള്ളതൊന്നായിരുന്നില്ല. ഒരു അൾട്രാ ഡിഫൻസീവ് സെറ്റപ്പാണ് അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. അറ്റാക്കിംഗ് ടാക്ടിക്സ് ആണെങ്കിലോ പുറകിൽ നിന്ന് ഏതെങ്കിലും ഒരു സെൻറ്റർ ബാക്ക് മുമ്പിലേക്ക് ലോങ് ബോൾ അടിച്ചു പിടിക്കും, അത് സ്ട്രൈക്കർ പിടിച്ചെടുക്കുക. എന്നാൽ സ്ട്രൈക്കർ ഇതുവരെ ആ ബോൾ തൊട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം. അവസാന 2 മത്സരങ്ങളിലും KBFCയുടെ അറ്റാക്കിങ്ങിന്റെ നട്ടൽ എന്ന് പറയുന്നത് എബിൻ ദാസ് തന്നെയായിരുന്നു. നമുക്ക് ആശ്വാസം എന്ന് തോന്നുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു എബിൻ ദാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. കോച്ചിന്റെ ആദ്യത്തെ തീരുമാനം എബിൻ ദാസിനെ എടുത്ത് പുറത്തിടുക എന്നുള്ളതായിരുന്നു. ആ തീരുമാനം സെക്കൻഡ് ഹാഫിൽ തിരുത്തിയതോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിന് അല്പമെങ്കിലും ചലനം വെച്ചത്. അതേസമയം കെവിൻ യോക്കയുടെ വക റിസൾട്ട് ഇല്ലാത്ത ഒരുപാട് ഡ്രിബിളിങ്ങുകളും കാണാൻ സാധിച്ചു. കണ്ടിട്ട് വിഷമം തോന്നുന്നത് NDI ഫൗളയുടെ കളി കണ്ടിട്ടാണ്. അദ്ദേഹം മാത്രമാണ് ഒരു ക്വാളിറ്റിയുള്ള പെർഫോമൻസ് എപ്പോഴും കാഴ്ചവെക്കുന്നത്. ഒരു അൾട്രാ ഡിഫൻസീവ് സെറ്റപ്പാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയാമെങ്കിൽ പോലും പ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വൻ പരാജയമായിരുന്നു. കൃത്യമായിട്ട് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് തേർഡിലേക്ക് വരുന്ന പന്തുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ് അറ്റാക്കിംഗ് സ്ട്രക്ചറുകൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ലോങ് ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് വരികയും അവിടുന്ന് ഒരു ഗോൾ വഴങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിയ എയ്മൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടുന്നു. ഇത് ആഷ്ലി വെസ്റ്റ്വുഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മത്സരമാണ്. ബ്ലാസ്റ്റേഴ്സിന് സമയമുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാൻ കോച്ചിന് എന്തായാലും സമയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിനെ കൂടുതൽ വിശദമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. കളിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.